ഇതുകൂടി ആയ നിലയ്ക്ക് അമ്മു ഇനി ഇവിടെ നിൽക്കില്ല. നിങ്ങൾക്ക് മനസമാധാനം തന്ന് അവൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളും. അതെ, കാവേരിക്കൊന്നും അറിയില്ല. വെളുത്തതെല്ലാം പാലാണെന്നാ അവള് വിശ്വസിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ദിനേശിനെ പോലെ ഒരുത്തൻ അവള് സഹിക്കൂ? അവൾ ഒരിടത്തും പോവില്ലേ. ശ്രീകുട്ടിയുടെ ദൗർബല്യം അവക്ക് നന്നായിട്ടറിയാം. പോകണമെങ്കിൽ ഞാൻ തന്നെ തുനിഞ്ഞിറങ്ങണം. എനിക്കത് ചെയ്തേ പറ്റൂ. സച്ചിന് നമ്മുടെ കൂടെ ഇല്ലെന്ന് ഓർക്കുമ്പോ വല്ലാത്ത സങ്കടമാ. നീ ആഗ്രഹിച്ച പോലെയൊക്കെ നടന്നല്ലോ. അവൻ അമ്മുവിനെ കിട്ടരുതെന്ന് നീ കുറെ ആഗ്രഹിച്ചതല്ലേ? അമ്മു അല്ല, ലക്ഷ്മി. ഓ, അമ്മു ആരാണെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചിക്ക് അമ്മുവിനോടുള്ള താല്പര്യം പറഞ്ഞപ്പോ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അതറിയാവുന്ന നീ അവളിൽ നിന്ന് അവനെ വിലക്കാൻ പറഞ്ഞു. അവൾ അമ്മു അല്ല ലക്ഷ്മിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും കാര്യങ്ങൾ എന്റെ കൈവിട്ട് പോയിരുന്നു. ഒടുവിൽ എന്റെ മനസമാധാനത്തിന് അവൾ രക്ഷപ്പെടട്ടെ എന്ന് ഞാനും കരുതി. വിവാഹത്തിന് മുൻപ് സച്ചിയുടെ എല്ലാ സത്യങ്ങളും പറയാൻ ആഗ്രഹിച്ചതാ ഞാൻ. അവനത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന വിധി മറ്റൊന്ന് കരുതി വെച്ചു. ലക്ഷ്മി ഒന്നും ആഗ്രഹിക്കാത്തോണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവനെ കുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. സ്വാതിയുടെ സമ്മതത്തോടെ ലക്ഷ്മിക്ക് ഒരു ജോലി വാങ്ങിക്കൊടുത്താ അവളും പോയിക്കോളും. എല്ലാത്തിനും അതോടെ ഒരു പരിഹാരമാവും. സച്ചിയുടെ മനസ്സിൽ നിന്ന് ലക്ഷ്മി ഒഴിഞ്ഞു പോകില്ലടാ. വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാത്ത അവന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് ചിന്തിച്ചൂടെ? അതിലൊക്കെ മാറ്റം വരും. നീ ആയിട്ടൊന്നും മുൻകൂട്ടി കാണണ്ട. ഞാൻ അറിയുന്ന പോലെ അവൻ ആരും മനസ്സിലാക്കിയിട്ടില്ലടാ. അവന്റെ മനസ്സിൽ നിന്നും അമ്മുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ മാഞ്ഞു പോണം. അർച്ചനയ്ക്കൊപ്പം അവൻ സന്തോഷത്തോടെ ജീവിക്കണം. അവനോട് ഞാനെല്ലാം തുറന്ന് പറഞ്ഞാലോ എന്ന് ആലോചിക്കുന്ന. അമ്മ എന്തിന് എതിർപ്പ് കാട്ടിയെന്ന് അവന് മനസ്സിലാവും. അവളുടെ വേദന മനസ്സിലാവും. ഞാനാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് സച്ചി അറിഞ്ഞാൽ പിന്നെ അമ്മ എന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടാവില്ല. അവൻ അവളെ മറക്കാൻ ശ്രമിക്കില്ലടാ. ഞാൻ അവനോട് എന്റെ മനസ്സ് തുറക്കാൻ പോവാ. സഞ്ജു, നീ കാണിക്കുന്നത് തികഞ്ഞ അവിവേകമാണ്. സച്ചി ഇപ്പൊ പിടിച്ചു നിർത്തിയിരിക്കുക. സച്ചിയുടെ പ്രതികരണം ഏതു വഴിക്ക് പോകുമെന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റത്തില്ല. സച്ചി ഉറപ്പിച്ച കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നും വരും. അമ്മുവിന്റെ എതിർപ്പിന്റെ കാരണം മനസ്സിലാക്കിയ അവൻ വീണ്ടും അമ്മുവിനെ സമീപിക്കും. അവൾ ചെന്ന് വീഴാൻ പോകുന്നത് ഇതിലും വലിയ പ്രതിസന്ധിയിലാവും. ഇപ്പൊ നടക്കേണ്ടത് സച്ചിയുടെ വിവാഹമാണ്. അതിന് തടസ്സാവുന്ന ഒന്നും നീ ചെയ്യരുത്. ചെയ്താൽ ഇതിനേക്കാൾ വലിയ സങ്കടം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒന്നും നീക്കരുതെന്ന പോലെ നിന്റെ കൈ നിൽക്കില്ലടാ. സഞ്ജു, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യം നീ എന്തിനാ കൂടുതൽ പേരുടെ മുമ്പിലേക്ക് വലിച്ചഴിക്കുന്നത്? ദേ, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിൽ നിനക്കിതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സച്ചിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരൊക്കെ പോയി. ഇനി താഴേക്ക് വരാം. ഓ, രക്ഷപ്പെട്ടു. ഞാനിവിടെ ഒന്ന് ഒളിച്ചിരിക്കുകയല്ലേ. സഞ്ജയുടെ ഓഫീസിലേക്ക് ധൃതിപ്പെട്ടു പോയി. ഇതിനിടയില് കുറച്ച് ദിവസങ്ങളായി ഓഫീസ് കാര്യങ്ങളൊക്കെ അവതാളത്തിലായി കിടക്കുമല്ലേ. ശരിയാ, ഞാൻ കാരണം അവൻ എന്തെല്ലാം വിഷമതകളാണ് ഉണ്ടായത്. അമ്മ എല്ലാം എന്നോട് പറഞ്ഞു. ഇക്കാര്യത്തില് സച്ചിക്കുള്ള പ്രയാസം എനിക്കും ഉണ്ട്. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാ. ഇനി നമുക്കതൊക്കെ വിടാം. അതുകൊണ്ട് സ്വാതിക്ക് അമ്മോനോടുള്ള കടമ തീരുമോ? അവള് ഒരു കാലത്തും മറ്റൊരു ബന്ധത്തിന് തയ്യാറാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ കഴുത്തിൽ താലി കെട്ടിയവന്റെ കൂടെയുള്ള ഒരു ജീവിതം
ഉണ്ടാവില്ലെന്ന് അവക്കറിയാം. അവൻ വർഷങ്ങളായി മറ്റൊരു പെണ്ണുമായി പ്രണയത്തിലാ. അത് മാത്രമല്ല, അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യവും അമ്മുനറിയാം. ചിലപ്പോ അയാളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. ആ പെൺകുട്ടിയോട് അയാൾ ഇതൊക്കെ പറയാതിരിക്കോ? കൊള്ളാം. ഏത് പെണ്ണാ സ്വാതി ഇതൊക്കെ സഹിക്കുന്നേ? സ്വാതിയാണെങ്കിൽ അയാളോട് ക്ഷമിക്കോ? അവര് തമ്മിൽ പിന്നെ കണ്ടില്ല എന്നൊക്കെ പറയാമെങ്കിലും ഭർത്താവ് ആദ്യം കെട്ടിയ താലി മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ കിടക്കുന്നത് ലോകത്ത് ഒരു പെണ്ണും സഹിക്കില്ല. അത് മനസ്സിലാക്കാൻ അമ്മൂനും കഴിയുന്നില്ല. പിന്നെ എല്ലാം മനസ്സിലാക്കി അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായതല്ലേ. ഇനി അതേപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട സച്ചി. സച്ചി ചെയ്യേണ്ടത് അർച്ചനെ പോയെന്ന് കാണുകയാണ്. അവൾ എന്ത് തെറ്റ് ചെയ്തു? ആരുടെയും തെറ്റുകുറ്റങ്ങളുടെ കണക്കെടുക്കാൻ ഞാനില്ല. അവര് എന്നോട് ചോദിക്കാതെ ഒരു വിവാഹത്തിന് വാക്കു കൊടുത്തെങ്കിൽ ഞാൻ എന്തിന് പെണ്ണിനെ കാണാൻ പോണം? ഇനി ആ പെൺകുട്ടി പയ്യനെ കാണാതെ എന്തിന് വിവാഹത്തിന് തയ്യാറായി? സ്വാതി എന്താ അത് ചിന്തിക്കാത്തത്? വിദ്യാഭ്യാസമുള്ള കുട്ടിയെന്നൊക്കെയല്ലേ പറയുന്നേ. ആ, കല്യാണത്തിന് അവളെന്നെ കണ്ടാ മതി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ സച്ചി, അമ്മൂന്റെ കാര്യം വീട്ടിൽ പറഞ്ഞെങ്കിൽ അവര് നിങ്ങളുടെ വിവാഹം നടത്തി തരുമായിരുന്നോ? ഒരിക്കലും ആരും അതിന് തയ്യാറാവില്ല. എനിക്കത് നന്നായിട്ടറിയാം. ഇവിടെ വന്ന് അവരമ്മൂനെ ആക്രമിക്കും. അമ്മു ആരോടും പറയാതെ ഇറങ്ങിപ്പോയെന്നും വരും. അത് സത്യം. ഉള്ളിലൽപ്പം നിരാശ ബാക്കി വന്നപ്പോ ഞാൻ ചോദിച്ചു പോയതാ. മാത്രമല്ല, സഞ്ജു എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോ ഞാൻ എന്നെ സ്വയം നിയന്ത്രിക്കേണ്ടതായിരുന്നു. ആലോചിക്കട്ടെ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞിട്ട് പോരണമായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് പിറ്റേന്ന് തന്നെ അമ്മുവായിട്ടുള്ള രജിസ്റ്റർ മാരേജ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അത്രത്തോളം ചിന്തിക്കാൻ കഴിയാതെ പോയതാ എന്നെ ട്രാജഡി കൊണ്ട് തള്ളിയത്. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റുപോയി സ്വാതി. സച്ചിയും കൂട്ടി അവർ വന്നെന്നാ തോന്നുന്നേ. ഇനി വേണം ഇതൊരു കല്യാണ വീടാവാൻ. സച്ചിയേട്ടന് ഇനി വരാതിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. അല്ല മോളെ, എവിടെ സച്ചി? അച്ഛാ, സച്ചി വന്നില്ല. വന്നില്ലെന്നോ? അതെന്താ മോളെ? വിവാഹത്തിന് ഇനി അധിക നാളില്ലല്ലോ. സച്ചേട്ടന്റെ കാല് പിടിച്ച് ഞാൻ വിളിച്ചതാ. വരില്ലെന്ന കടുത്ത വാശിയില്ല. നമ്മളെയൊക്കെ ശത്രുക്കളെ പോലെയാ സച്ചേട്ടൻ കാണുന്നത്. നമ്മള് സച്ചിയേട്ടനെ വിശ്വസിച്ച് മുന്നോട്ട് എങ്ങനെ പോവും അച്ഛാ? ഇക്കണക്കിന് കല്യാണത്തിന് സച്ചിയേട്ടൻ വന്നില്ലെങ്കിലോ? സച്ചേട്ടന്റെ മട്ടും ഭാവവും കാണുമ്പോ സന്ദീപ് പറഞ്ഞ കാര്യം ഞാൻ അവിടെ വെച്ച് ഓർത്തതാ. കല്യാണ തലേന്ന് ആളുകൾ വരുന്നതല്ലേ. പയ്യൻ എവിടെയെന്ന് ചോദിച്ചാ നമ്മൾ എന്ത് മറുപടി പറയും? മോളെ, സച്ചി നമ്മളെ ചതിക്കൂ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ. അതിന് എന്തുറപ്പാ നിനക്കുള്ളത്? മംഗലശ്ശേരിക്കാര് തന്നെയാ ഉറപ്പ്. സച്ചി അവർക്കൊപ്പാ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത്. അവനവന്റെ ബന്ധുക്കളായിട്ട് കാണുന്നത് അവരെയാ. അതില് നമ്മൾ വിഷമിക്കാനൊന്നും ഇല്ല അച്ഛാ. നമ്മളെ സംബന്ധിച്ച് ഈ വിവാഹം നടക്കണം. അതിനുവേണ്ടി സച്ചിയുടെ ഏത് ഡിമാൻഡും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അതെ മോളെ, അവൻ അവർക്കൊപ്പം വന്നോട്ടെ. ഞാൻ അത് അന്യ വീടായിട്ട് കണ്ടിട്ടില്ല. അവനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചത് അവരല്ലേ. അവരുടെ കൂട്ടത്തിൽ തന്നെ അവൻ വരട്ടെ. കല്യാണ തലേന്ന് നമ്മള് വീട്ടിൽ ഒരു പ്രോഗ്രാമും പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാം കല്യാണ മണ്ഡപത്തിലാ. തലേന്നാള് തന്നെ എല്ലാവരും അവിടെ വരും. പിന്നെ എന്താ ഇതിൽ വിഷമിക്കാനുള്ളത്? എല്ലാം നിന്റെ ഒറ്റ ഒരാളുടെ മിടുക്കാ മോളെ. എനിക്ക് പോലും കഴിയാത്ത കാര്യങ്ങളാ മോള് ചെയ്തത്. എന്നാ ഇനി ഓരോരുത്തരും ഏൽപ്പിച്ച ജോലികളൊക്കെ ചെയ്തോളൂ. ഇനി ഈ വീട്ടില് കല്യാണത്തിന്റെ നാളുകളാ. അന്ന് ഞാൻ 3-4 ദിവസം ഹോസ്പിറ്റലായി പോയതുകൊണ്ടാ അമ്മൂന് ആ ജോലി നഷ്ടപ്പെട്ടു പോയത്. പിന്നെ ഹേമലത മേഡത്തെ കണ്ടപ്പോ മറ്റൊരാൾ ആ ജോലിക്ക് വന്നതായി പറഞ്ഞു.
ഇനിയിപ്പോ അയാളെ പറ്റിയുള്ള പേടിയൊന്നും വേണ്ടല്ലോ. അയാൾ വീട്ടുകാരെ നിശ്ചയിച്ച പെണ്ണിനെ കെട്ടാന്ന് സമ്മതിച്ചല്ലോ. അതൊക്കെ അങ്ങനെ വരൂ അമ്മോ. നീ അതിൽ പ്രതീക്ഷ വെക്കാത്തത് കൊണ്ട് നിരാശപ്പെടേണ്ടി വന്നില്ല. എന്റെ ഭാഗ്യത്തിനാ ആ സമയത്ത് അയാളുടെ വീട്ടുകാര് രംഗത്ത് വന്നത്. സിസ്റ്ററും ഹോസ്പിറ്റലിലും എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല. അമ്മുവിന്റെ ഇതുവരെയുള്ള ജീവിതവും അങ്ങനെയാണല്ലോ. അവസാന നിമിഷം ദൈവം ഒരു വഴി തുറന്നു തരും. അതൊക്കെ കൊണ്ടാ ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇനി എനിക്കവിടെ തുടരാൻ പറ്റില്ല. അമ്മു, ഏറിയാൽ 3-4 ദിവസം അതിനകം പ്രകാശേട്ടൻ നാട്ടിലെത്തും. ഒരച്ഛനാവാൻ പോകുന്നതിന്റെ ത്രില്ലിലാണ് കക്ഷി. കല്യാണം കഴിഞ്ഞ 6 വർഷം വരെ ഞങ്ങൾ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നതാ. എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പ്രകാശേട്ടൻ പറഞ്ഞിങ്ങ് എത്തിയേനെ. മാർക്കറ്റിംഗ് സെക്ഷനിലായതുകൊണ്ടാ അടിക്കടി യാത്ര പോകുന്നത്. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ ഈ ജോലി കളഞ്ഞ് മൂന്നാറിലേക്ക് അങ്ങ് പോവില്ലേ? പ്രകാശേട്ടന് ഫാക്ടറിയിലൊന്നും വിളിച്ച് പറയാറുന്നില്ലേ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം? അമ്മൂനെ ഞാൻ എങ്ങനെയാ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് അയക്കുന്നേ? അതും ഹൈ റേഞ്ച്. അവിടെ പോയതുകൊണ്ടായോ അമ്മോ? താമസ സ്ഥലം വേണ്ടേ? അതിനൊക്കെ പ്രകാശേട്ടൻ കൂടെ ഉണ്ടായല്ലേ പറ്റൂ. ഇത്രയും നാളെ സ്വാതിയുടെ കൂടെയല്ലേ നിന്നത്. ഇനി 3-4 ദിവസം കൂടെ അവൾക്കൊപ്പം നിക്ക്. അവളുടെ സ്നേഹം കൂടിപ്പോയതല്ലേ അമ്മൂനെ ബുദ്ധിമുട്ടിക്കുന്നത്. മറ്റുള്ളവർക്ക് ഭാരമായി ഒരാളുടെ സ്നേഹം മാത്രം കിട്ടിയിട്ട് എന്ത് കാര്യ സിസ്റ്റർ ഉള്ളത്? ഇനിയിപ്പം ഞാൻ ആ വീട്ടിൽ നിന്നാ ചേച്ചിയുടെ കല്യാണം നടന്നില്ല എന്ന് വരും. ചേച്ചിയുടെ അമ്മയും ഏളയമ്മയും അവിടുന്ന് പോയിക്കൂടെ എന്നാ ചോദിക്കുന്നേ. ഞാനത് ചേച്ചിയോട് പറഞ്ഞ വലിയ വഴക്കാവും. ഞാൻ കാരണം അവര് കലഹിക്കാൻ പാടില്ലല്ലോ. സിസ്റ്റർ പറയുന്നത് പോലെ 4 ദിവസം പോയിട്ട് 4 മിനിറ്റ് പോലും എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഇത് ഞാനും സിസ്റ്ററും തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയായിരിക്കും. അമ്മു, ഇന്നോ നാളെയോ ഞാൻ ഇവിടെ വിട്ട് പോവും സിസ്റ്ററെ. അമ്മു, അവിവേകം ഒന്നും കാണിക്കരുത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. തനിച്ച് യാത്ര ചെയ്തതിന്റെ ഫലം അമ്മ ഒരിക്കൽ അനുഭവിച്ചതല്ലേ. ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര ആപത്തിലെ അവസാനിക്കും അമ്മു. അവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ഒരു ജോലിയാ അമ്മുവിന് വേണ്ടതെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ എന്റെ മുന്നിൽ ജോലിയോ ജീവിതം ഒന്നുമല്ല. ആ വീടും ഈ നാടും വിട്ട് എന്നെ ആരും തിരിച്ചറിയാത്തൊരിടത്ത് എത്തിപ്പെട്ടാൽ മതി എനിക്ക്. ഏത് നിമിഷവും അമ്മ ആരോടും പറയാതെ പോവുമെന്ന് എനിക്ക് മനസ്സിലായി. നീ ജീവിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവളാ ഞാൻ. ആർക്ക് വേണ്ടെങ്കിലും നിന്നെ എനിക്ക് വേണം. എപ്പോഴാ ആ വീട്ടിൽ നിന്ന് നീ ഇറങ്ങുന്നതെന്ന് മാത്രം പറ. നിന്നെ ഞാൻ വന്ന് കൂട്ടിക്കോളാം. 6 വർഷത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു ഒരു കുഞ്ഞ്. നീ എന്റെ ജീവൻ രക്ഷിച്ചതിലല്ല, ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിച്ചതില്ല എനിക്ക് നിന്നോടുള്ള കടപ്പാട്. ഇനി പ്രകാശേട്ടൻ എത്താൻ താമസമുണ്ടെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ ഹൈറേഞ്ചിലേക്ക് പോവും. ഞാനുണ്ടമ്മോ നിന്റെ കൂടെ. എന്നെ അറിയിക്കാതെ നീ ഒന്നും ചെയ്യാതിരുന്നാ മതി. ആ പ്രതീക്ഷയുള്ളത് കൊണ്ടല്ലേ സിസ്റ്ററെ ഞാൻ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ വരുന്നേ. അമ്മ സമാധാനത്തോടെ പൊക്കോ. രാത്രിയെന്നോ പകലെന്നോ നോക്കണ്ട. മോളെ വിളിച്ചാ മാത്രം മതി. ആ നിമിഷം ഞാൻ എത്തും. നാളെ കഴിഞ്ഞ് ഞാൻ സിസ്റ്ററെ വിളിക്കാം. ആയിക്കോട്ടെ. എന്ത് നല്ല ആൾക്കാരാ സച്ചിയുടെ ബന്ധുക്കൾ. സച്ചിയുടെ ഏട്ടത്തിയമ്മയോടും അവന്റെ അനുജത്തിയോട് സംസാരിച്ചു മതിയായില്ല. സ്വന്തം അനുജനോടുള്ള സ്നേഹവും കരുതലുമാ അവന്തികയ്ക്ക് സച്ചിയോടുള്ളത്. അമ്മ ഇത് ആരോടെ ഈ സംസാരിക്കുന്നേ? മനസ്സിൽ തോന്നിയ കാര്യം ഉറക്കിയായി പോയതാ മോളെ. സച്ചിയുടെ ഏട്ടത്തിയമ്മയെ പറ്റി ചിന്തിക്കുകയായിരുന്നു. നല്ല ഭംഗിയല്ലേ അവരെ കാണാൻ. കൂട്ടുകാരന് അമ്മയില്ലാത്തതിന്റെ സങ്കടം ഏട്ടത്തിയമ്മ തീർത്തു കൊടുക്കും. സച്ചിന്ന് അത്രയും പറയില്ല. നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ശരിക്കും നിനക്കാ മോളെ.
നിൽക്കും. പിന്നെ സഞ്ജു മറ്റൊന്നും ചിന്തിക്കില്ലായിരുന്നു. സച്ചി നിന്നെ രജിസ്റ്റർ മാരേജ് ചെയ്ത് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയനെ. ഒരിക്കലും നിന്നെ സച്ചിയുടെ അച്ഛനോ അവന്തികയോ തിരസ്കരിക്കില്ലായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് അവന്തിക നിലവിളക്ക് തന്ന് നിന്നെ അവരുടെ തറവാട്ടിലേക്ക് കയറ്റൂന്ന്. കാരണം നിന്നെപ്പോലൊരു പെൺകുട്ടിയെ ഭൂമിയിൽ ആരാ മോളെ ഇഷ്ടപ്പെടാത്തത്? ഇവിടെ വെച്ച് നിന്നെ കണ്ടപ്പോ അവന്തികയുടെ നോട്ടം ഞാൻ ശ്രദ്ധിച്ചതാ. ലച്ചുവിന് ദൈവം വിധിക്കാത്തതായിട്ട് ഒന്നേ ഉള്ളൂ അമ്മേ, ഭാഗ്യം. അത് നിഷേധിക്കപ്പെട്ട ജന്മം എന്റേത്. ഇപ്പൊ അവന്റെ ഏട്ടത്തിയെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോ കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? ഇല്ലമ്മേ, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യത്തെ പറ്റി ഓർത്ത് വെറുതെ എന്തിനാ അമ്മേ നിരാശപ്പെടുന്നേ? എന്റെ തീരുമാനം തന്നെയാ എനിക്കിപ്പോഴും ശരി. സച്ചിയുമായുള്ള വിവാഹത്തിന് നീ സമ്മതം കൊടുത്തതിന് ശേഷമാണല്ലോ അവന്റെ ബന്ധുക്കള് വന്നത്. അല്ലെങ്കിൽ കല്യാണം നടക്കുമായിരുന്നു. ഇനി നിനക്ക് മറ്റൊരു വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. താലിയുടെയും ഭർത്താവിന്റെയും കാര്യം പറഞ്ഞ് ഞങ്ങളെ വിഡ്ഢികളാക്കാനും പറ്റില്ല. ഒരു വിവാഹത്തിന് സമ്മതം പറഞ്ഞവളാ നീ. ശ്രീകുട്ടി എന്നോടത് പറഞ്ഞിട്ടുണ്ട്. സച്ചിയുടെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ അവൾക്ക് നിന്റെ വിവാഹം നടത്തണമെന്ന്. അവളോട് എതിരഭിപ്രായമൊന്നും നീ പറയരുത്. സച്ചിയെ നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ വേദന എന്നെപ്പോലെ തന്നെ ശ്രീകുട്ടിക്കും ഉണ്ട്. അവളത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. നിന്നെ കൂടെ പിറപ്പായി കരുതുന്ന സ്നേഹം വാരിക്കോരി തരുന്ന അവളെ നീ വേദനിപ്പിക്കരുത്. സ്നേഹം വാങ്ങിയ പോരെ മോളെ, അത്രത്തോളം അല്ലെങ്കിലും കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണം. പങ്കിട്ടെടുക്കാൻ കഴിയാത്തതൊന്നും സ്നേഹമല്ല. പങ്കിടുന്തോറും സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു വീണ്ടു വിചാരം തോന്നിയാൽ മതിയായിരുന്നു. സച്ചിയുടെ വിവാഹം കഴിയുമ്പോ അമ്മ ഒരു സങ്കടം തന്നെയാ. സച്ചിയുമായുള്ള വിവാഹത്തിന് നീ സമ്മതം കൊടുത്തതിന് ശേഷമാണല്ലോ അവന്റെ ബന്ധുക്കള് വന്നത്. അല്ലെങ്കിൽ കല്യാണം നടക്കുമായിരുന്നു. ഇനി നിനക്ക് മറ്റൊരു വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സച്ചിയുടെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ അവൾക്ക് നിന്റെ വിവാഹം നടത്തണമെന്ന്. സച്ചിയെ നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ വേദന എന്നെപ്പോലെ തന്നെ ശ്രീകുട്ടിക്കും ഉണ്ട്. നിന്നെ കൂടെ പിറപ്പായി കരുതുന്ന സ്നേഹം വാരിക്കോരി തരുന്ന അവളെ നീ വേദനിപ്പിക്കരുത്. സ്നേഹം വാങ്ങിയ പോരെ മോളെ, അത്രത്തോളം അല്ലെങ്കിലും കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണം. സ്നേഹത്തിന്റെ സങ്കട ചുഴിയിലേക്കാ എന്നെ അമ്മ പിടിച്ച് താഴ്ത്തുന്നത്. ഇനി ഇവിടെ തുടരാനാവില്ല.